ബി.ജെ.പി. മുന്നണിയെ ശക്തിപ്പെടുത്താൻ കേരളത്തിലെത്തിയ അമിത്ഷായുടെ മടക്കം വെറും കൈയോടെയോ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ പി കെ കൃഷ്ണദാസ്, എന്തായിരുന്നു അമിത്ഷായുടെ ലക്ഷ്യം കേരളത്തിലെത്തുന്നതിന് മുൻപ്? ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം മടങ്ങുമ്പോൾ? തീർച്ചയായും അദ്ദേഹം 95 ദിവസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സംഘടനാതല യാത്രയുടെ ഭാഗമായിട്ടാണ് 3 ദിവസം അദ്ദേഹം കേരളത്തിൽ സന്ദർശനം നടത്തിയത്. പ്രധാനമായും അദ്ദേഹം പങ്കെടുത്തത് സംഘടനാ തലത്തിലുള്ള പരിപാടികൾക്കാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള ചില പരിപാടികൾ കൂടി അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 2019 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അതിശക്തമായ മുന്നേറ്റം നടത്തുന്നതിന് ഭാഗമായിട്ട് അതിനുവേണ്ട ആസൂത്രണങ്ങൾക്ക് ആരംഭം കുറിക്കാനാണ് അദ്ദേഹം കേരളത്തിൽ സന്ദർശനം നടത്തിയത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സന്ദർശനം 100% വിജയമാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ ഈ അമിത്ഷാജിയുടെ സന്ദർശനം ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാരാ മുന്നണികളായിട്ടുള്ള UDF, LDF മുന്നണികളെ അവരിൽ വെപ്രാളം ഉണ്ടാക്കിയിട്ടുണ്ട്, വിറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ സന്ദർശനത്തെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അതിശക്തമായ രീതിയിൽ എതിർക്കാൻ കാരണം. കാരണം ഈ അമിത്ഷാജിയുടെ യാത്രയിലൂടെ കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാം കൈവിട്ടു പോകുമെന്നുള്ള ഭയാശങ്ക കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും അലട്ടുകയാണ്. കാരണം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ന് ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്നത് ഇപ്പോഴും കേരളത്തിൽ മാത്രമാണ്. ഇവിടെയും കൂടി നഷ്ടപ്പെട്ടാൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകും. അതുകൊണ്ട് നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും അമിത്ഷാജിക്കെതിരെ അല്ലെങ്കിൽ അമിത്ഷാജിയുടെ സന്ദർശനത്തിനെതിരെ പ്രതിഷേധിക്കാൻ പ്രേരണയായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ശ്രീ പി കെ കൃഷ്ണദാസ്, ഒരു കാര്യം, 2019 കേരളം പിടിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഈ യാത്രയ്ക്ക്, ഈ ഭാരത പര്യടനത്തിൽ അദ്ദേഹം മുൻഗണന കൊടുക്കുന്നത് BJPക്ക് വേരോട്ടം കുറഞ്ഞ സംസ്ഥാനങ്ങളാണ്. കേരളം, ബംഗാൾ, ഒഡീഷ, അതുപോലെ ലക്ഷദ്വീപ്, തമിഴ്നാട്, ആൻഡമാൻ നിക്കോബാർ, ഇങ്ങനെ ഉള്ള പ്രദേശങ്ങളിലൂടെയാണ് അദ്ദേഹം സന്ദർശനം കൂടുതൽ ലക്ഷ്യമിടുന്നത്. സന്ദർശനത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുക ലക്ഷ്യമിടുന്നത്. അതിന് കാരണം 2014 മോദി തരംഗത്തിൽ കിട്ടിയ സീറ്റുകളിൽ കുറേയേറെ സീറ്റുകൾ നഷ്ടപ്പെടുവാൻ 2019 സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ടായിരുന്നുവല്ലോ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ. അതിന് പകരമായി 120ഓളം സീറ്റുകൾ വേരോട്ടമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും കിട്ടണം. അതൊരു വലിയ ലക്ഷ്യമാണ്, എങ്കിൽ പോലും കിട്ടേണ്ടതുണ്ട് എന്ന വിലയിരുത്തൽ. അതിലാണ് കേരളത്തിൽ 11 സീറ്റുകൾ ലക്ഷ്യമിട്ടത്. പക്ഷേ ഒരു സീറ്റ് പോലും കിട്ടുന്നതിന് ബലം നൽകുന്ന എന്ത് പ്രവർത്തനമാണ് ഈ 3 ദിവസം കൊണ്ട് ഇവിടെ അമിത്ഷായ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത്? അന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു, ബൂത്തുകളിൽ അദ്ദേഹം തങ്ങി അവിടെ പ്രവർത്തകരെ കണ്ട് പൊതുസമ്മതരായ ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിച്ച് അവർക്ക് അംഗത്വം കൊടുത്ത് അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന്. അതിൽ ഒരു കാര്യം കൂടിയായിരുന്നു, ഇടത് വലത് മുന്നണികളിൽ നിന്നും ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ അടർത്തിയെടുക്കുവാനുള്ള തന്ത്രം പോലും. ഒന്നും ഫലിച്ചില്ലല്ലോ. ഒന്നും ഫലിക്കാതെ അദ്ദേഹം വെറും കൈയോടെ മടങ്ങിയിരിക്കുകയാണ്. അതിനാലല്ലേ അദ്ദേഹം ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം പോലും വേണ്ടെന്ന് വെച്ചത്? അതല്ല, അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയുടെ ആരംഭമാണ് കേരളത്തിൽ നടത്തിയത്. ഇത് 1ാമത്തെ യാത്രയാണ്. ഇനി അദ്ദേഹം ഒക്ടോബർ മാസം വീണ്ടും വരുന്നുണ്ട്. 3 മാസം കൂടുന്ന സമയത്ത് നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ ഈ ബംഗാൾ, ത്രിപുര, അതേപോലെ ബീഹാർ, ഒഡീഷ, അതേപോലെ തന്നെ ഒഡീഷ, തെലങ്കാന, തമിഴ്നാട്, കേരളം, ഈ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം 3 മാസം കൂടുന്ന സമയത്ത് അദ്ദേഹം വീണ്ടും യാത്ര ചെയ്യും. അദ്ദേഹത്തിൻ്റെ സന്ദർശനം വീണ്ടും കേരളത്തിലുണ്ടാകും. അതുകൊണ്ട് രാഷ്ട്രീയ മാറ്റം, ഒരു സന്ദർശനത്തോടു കൂടി രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഉത്തർപ്രദേശിൽ അദ്ദേഹം നിരന്തരമായിട്ട് യാത്ര ചെയ്തിരുന്നു. ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്കറിയാം അതിശക്തമായ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയത്. ഇപ്പോൾ ബംഗാളിൽ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റം വന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് വേഴ്സസ് BJP എന്ന രീതിയിലേക്ക് ബംഗാൾ രാഷ്ട്രീയം മാറി. നോക്കൂ, നിങ്ങൾ ത്രിപുരയിൽ നോക്കൂ, ത്രിപുരയിൽ CPM വേഴ്സസ് BJP ആയി മാറി. തെലങ്കാനയിൽ TRS വേഴ്സസ് BJP ആണ്. ഒറീസയിൽ BJD വേഴ്സസ് BJP ആണ്. അങ്ങനെ ഓരോ സംസ്ഥാനത്ത് അദ്ദേഹം നിരന്തരമായി യാത്ര ചെയ്തിട്ടുള്ള ഓരോ സംസ്ഥാനത്തും ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ
ഒരു കാര്യം ഉറപ്പാണ്. കാരണം കേരളത്തിൽ ഇതേവരെയുള്ള രാഷ്ട്രീയത്തിലൊരു പൊളിച്ചെഴുത്തുണ്ടാവുകയാണ്. ഇവിടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവുണ്ടാക്കി അതിൽ നിന്നാണ് UDFും LDFും ഇക്കാലം അത്രയും 5 വർഷം ഭരണം വീതം വെച്ചെടുത്തത്. അതായത് വികസനത്തെ വിസ്മരിച്ചുകൊണ്ട്, വികസനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ മതപരമായ വിഭാഗീയതയിലൂടെയാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇക്കാലം അത്രയും കേരളം ഭരിച്ചത്. അതുകൊണ്ടാണ് കേരളം വികസനരംഗത്ത് ഇത്രമാത്രം പിന്നോട്ട്. പക്ഷേ ശ്രീ പി കെ കൃഷ്ണദാസ്, അവസാന വിലയിരുത്തൽ ഇപ്പോൾ അമിത്ഷാ 3 ദിവസം സന്ദർശനം നടത്തിയല്ലോ. ഇതിൽ വിലയിരുത്തൽ വന്നത് ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക തന്നെ വേണം, അവരെ വിശ്വാസത്തിലെടുക്കേണ്ടി വരും, അതില്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ? അതല്ലെങ്കിൽ ഒരു 2ാം സ്ഥാനം ചില മണ്ഡലങ്ങളിൽ കിട്ടിയേക്കും, അതിനപ്പുറം ഒന്നും പാർട്ടിക്ക് നേടാൻ കഴിയില്ല എന്ന്. പക്ഷേ അതിനിപ്പോഴുള്ള തന്ത്രങ്ങൾ മതിയാകില്ല എന്ന തിരിച്ചറിവ് ദേശീയ അധ്യക്ഷൻ ഉണ്ടായല്ലോ. അതിനുവേണ്ടി മറ്റു തന്ത്രങ്ങൾ പയറ്റേണ്ടി വരും. ഇതിനാണല്ലോ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ വരെ പഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്, ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്ന്. അല്ല, ന്യൂനപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം, അത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. എല്ലാ വിഭാഗത്തെയും വിശ്വാസത്തിലെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. നോക്കൂ, മതന്യൂനപക്ഷങ്ങൾ 38% മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള ആസാം BJP ഭരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീർ BJP സഖ്യകക്ഷി BJP മുന്നണി ഭരണമാണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണിപ്പൂർ BJP ഭരിക്കുന്നത്. ഈ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും മേധാവിത്വമുള്ള ഗോവ BJP ഭരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും അല്ല, ഇവിടെ എല്ലാം ഇപ്പോൾ മണിപ്പൂരിൽ തന്നെയാണെങ്കിൽ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് BJP നേതൃത്വത്തിന് കഴിഞ്ഞു. അത് ദേശീയ അധ്യക്ഷന്റെ തന്ത്രം തന്നെയാണ് അവിടെ വിജയിച്ചത്. അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഓരോ തന്ത്രങ്ങൾ. പക്ഷേ അത്തരം ഒരു തന്ത്രം ഇതുവരെ പ്രയോഗത്തിൽ വരുമെന്ന സൂചന കേരളത്തിൽ എന്തായാലും കിട്ടുന്നില്ല. ശ്രീ പി കെ കൃഷ്ണദാസ്, നേതാക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ എന്ത് തന്ത്രമാണോ അവലംബിച്ചവരായ ഇടത്തരക്കാരായ ആളുകൾ, അത് ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ വിഭാഗമുണ്ട്. അവർ BJPയോടൊപ്പം ചേർന്നത് കൊണ്ടാണ് അവിടെയൊക്കെ ഞങ്ങൾ അധികാരത്തിലേറാൻ സാധിച്ചത്. കേരളത്തിലും 2019 നമുക്ക് കാണാം, ഈ കേരളത്തിൽ ഇതുവരെ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും പരമ്പരാഗതമായി വോട്ട് ചെയ്ത മതന്യൂനപക്ഷങ്ങളാവട്ടെ, പിന്നോക്ക ജനവിഭാഗങ്ങളാവട്ടെ, അടുത്ത തവണ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. മറ്റു സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതുപോലെ പി കെ കൃഷ്ണദാസ് ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ ശരിയാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസിനും ചില സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ അവിടെയുമൊക്കെ ഈ 2 പാർട്ടികൾക്കും അടിപതറുകയുണ്ടായിട്ടുണ്ട്. BJPയുടെ ഈ മുന്നേറ്റത്തിൽ, BJPയുടെ തന്ത്രങ്ങളിൽ എപ്പോഴും ഇതിന് പ്രതിരോധം UDFും LDFും ഒക്കെ പറയുന്നത്, ഇത്തരം പ്രതിരോധത്തിൽ UDFിൻ്റെയും LDFിൻ്റെയും പ്രതിരോധത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തന്ത്രങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ല എന്നാണല്ലോ. പക്ഷേ ആത്മവിശ്വാസം BJPക്ക് കൈമുതലായുണ്ട്. 3 ദിവസം അഹോരാത്രം പണിയെടുക്കുകയായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ കേരളത്തിൽ. അതിൽ വിരളി പിടിച്ചോ ഇപ്പോൾ UDF നേതൃത്വവും? മുസ്ലിം ലീഗിന്റെ പ്രതികരണം അങ്ങനെയാണ് കാണുന്നത്. അതേ പ്രതികരണമാണോ കോൺഗ്രസിനുമുള്ളത്? ഇല്ല, അമിത്ഷാ വന്നാൽ ഇവിടെ വലിയ മലമറിക്കും എന്നാണ് BJPയും അവരുടെ അനുകൂലികൾ ഇവിടെ കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന പ്രചരണം. അദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ വലിയ അത്ഭുതങ്ങൾ നടത്തി പോകുന്നുവെന്നൊക്കെയാണ്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരൊരു കോർപ്പറേറ്റ് വൽക്കരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കമ്പനിയാണത്. ആ കമ്പനിയുടെ CEO ഇപ്പോൾ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് ഒന്ന് സന്ദർശിക്കാൻ വന്നുവെന്നേ ഉള്ളൂ. അതിനിവിടെ വരുമ്പോൾ അദ്ദേഹം മാർക്കറ്റിംഗ് നോക്കും, പ്രൊമോഷൻസ് നോക്കും, അങ്ങനെ പല കാര്യങ്ങളും നോക്കും. പക്ഷേ ഇന്ത്യയുടെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ ഈ മാർക്കറ്റിംഗ് ചിലവാകുന്നില്ല എന്നുള്ള ദുഃഖത്തിലാണ് അദ്ദേഹം ഇന്നിപ്പോൾ തിരിച്ചു പോയിരിക്കുന്നത്. ഇവിടെ മാർക്കറ്റിങ്ങിന് പല പണിയും നോക്കി. ഇവിടെ ബിഷപ്പുമാരെ അവരുടെ ആസ്ഥാനത്ത് പോയി കാണാൻ നോക്കി, അവിടെ അയ്യങ്കാളിയുടെ പ്രതിമയിൽ മാലയിടാൻ ശ്രമിച്ചു, അവിടെ ചില ബ്രാഹ്മൺ സമൂഹത്തിൽ അവിടെ ചെന്ന് കണ്ടു. ഇങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് നടത്തി. ഇന്ത്യയിലെമ്പാടും BJPക്ക് ഒരു നയമില്ലല്ലോ. ഇന്ത്യയിലെ ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ അവർ ഹൈന്ദവ തീവ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഞ്ഞടിക്കുകയാണ്. അവിടെ ഗോവധത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുകയാണ്. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനത്ത് വന്നിട്ട് പറയുന്നു, ഞങ്ങൾ ബീഫ് നിരോധിച്ചിട്ടില്ല, നിങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദേശീയ അടിസ്ഥാനത്തിലൊരു നയമൊന്നുമില്ല ഈ പാർട്ടിക്ക്. മറ്റുള്ള കഴിഞ്ഞ 10-70 വർഷമായി സ്വതന്ത്ര ഭാരതത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും പുലർത്തിയിരുന്ന ഒരു പരമ്പരാഗതമായ സംസ്കാരമുണ്ട്.
ആ സംസ്കാരത്തിൽ നിന്നൊക്കെ വളരെ മാറിയുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കോർപ്പറേറ്റുകൾ ചെയ്യുന്ന എല്ലാ തന്ത്രങ്ങളും എല്ലാ തരവേലകളും ഒക്കെ ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല സ്റ്റേറ്റിൽ ഇപ്പോൾ പറഞ്ഞു BJP അവിടെ മണിപ്പൂരിൽ നിങ്ങൾക്ക് എതിരായിരുന്നു ജനവിധി, പക്ഷേ നിങ്ങൾ മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ ആളുകളെ പിടിച്ചെടുക്കുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ഗോവയിൽ ജനവിധി നിങ്ങൾക്കെതിരായിരുന്നു, അവിടെയും നിങ്ങൾ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചത്. ആളുകളെ വിലക്കെടുക്കുക, വിലയ്ക്ക് വാങ്ങുക, ഇങ്ങനത്തെ തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത്. അതല്ലാതെ ജനങ്ങൾ മുഴുവൻ നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള തെറ്റിദ്ധാരണയുമായിട്ട് നിങ്ങൾ പോകണ്ട. അത് ചിലവാകില്ല. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം. ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തെ ഗുജറാത്തിൽ നിന്നും പുറത്താക്കി അദ്ദേഹത്തെ നാട് കടത്തിയ സമയത്ത് അദ്ദേഹം UP യിൽ നടത്തിയ എത്രയോ കൊച്ചു കലാപങ്ങൾ, അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ട് എത്രയോ വർഗീയ കലാപങ്ങൾ നടത്തി അവിടുത്തെ ജനതയിൽ അവിടെ വലിയ ശിഥിലീകരണം ഉണ്ടാക്കി, സാമുദായിക വേർതിരിവുണ്ടാക്കിയാണ് ഒരു വിജയം ഉണ്ടാക്കിയത്. അതിനുശേഷം പല തലങ്ങളിലൊക്കെ അതൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അധികം കാലം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. വരാൻ പോകുന്ന നാളുകൾ കേരളത്തിൻ്റെ മണ്ണിൽ ചിലവാകില്ല. ഇവിടെ ഇപ്പോൾ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ കണ്ടതിനെക്കുറിച്ച് ചർച്ച. അവിടെ എറണാകുളത്ത് റിന്യൂവൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിഷപ്പുമാർ, അവിടുത്തെ കത്തോലിക്ക സഭയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം. ആ സ്ഥാപനത്തിലിരുന്ന് അവിടെ പോയി കണ്ടു. എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, പട്ടത്ത് തിരുസന്നിധി എന്ന് പറഞ്ഞ ബിഷപ്പ് ഹൗസിൽ പോയി കണ്ടു. അപ്പോൾ ഇതൊക്കെ ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആര് അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ അവർ വരും. സ്വാഭാവികമായും ബിഷപ്പുമാർക്ക് ചില ആശങ്കകളുണ്ട്. ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹം നടത്തുന്ന സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അവിടെ ചർച്ചുകളുണ്ട്, മിഷണറി പ്രവർത്തനങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന സംഘപരിവാറിന്റെ ശക്തികൾ വലിയ പീഡനങ്ങൾ നടത്തുന്നുണ്ട്. ശരി, ശ്രീ ജോസഫ് വഴക്കൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. താങ്കൾ മെത്രാന്മാരുടെ സന്ദർശനം അതിനെ അങ്ങനെ ലഘൂകരിച്ച് കണ്ടാൽ മതി എന്ന് താങ്കൾ പറയുന്നു. ക്രൈസ്തവ സഭകൾ എല്ലാ കാലത്തും അല്ലെങ്കിൽ ഭൂരിഭാഗം സമയത്തും UDF-നോട് ഒപ്പം നിൽക്കുന്നവയാണ്. ചില തെരഞ്ഞെടുപ്പുകളിൽ മാത്രം LDF പക്ഷത്തേക്ക് ചായും. അതിൽ ചില സഭകൾ ആ സമയത്ത് LDF-നൊപ്പം നിൽക്കും, ചിലപ്പോൾ UDF-നൊപ്പം തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ ഈ മെത്രാന്മാർ പോയി കണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഒന്നുമല്ല, ഒരു പാർട്ടിയുടെ BJP-യുടെ ദേശീയ അധ്യക്ഷനെയാണ്. എന്തായിരുന്നു അവരുടെ അടിയന്തര ആവശ്യം? മാത്രമല്ല, കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സഭകൾക്ക് നേരെ എന്തെങ്കിലും ചെയ്യുന്നുവെന്നോ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്യുന്നുവെന്നോ ഇക്കാര്യങ്ങളൊന്നും അമിത്ഷായുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ. അവർ ഞങ്ങളെയും കാത്തോളണമേ എന്ന ആഗ്രഹം മാത്രമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ പറയുന്ന ഒരു വെർഷനാണ്. അവിടെ എറണാകുളത്ത് റിന്യൂവൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മഞ്ജുഷൻ അറിയാമല്ലോ, അത് കത്തോലിക്ക സഭയുടെ ഒരു കേന്ദ്രമാണത്. ആ കത്തോലിക്ക സഭയുടെ കേന്ദ്രത്തിൽ ഇവിടെ അമിത്ഷാ അവരെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും വരണ്ട കയറണ്ട എന്ന് പറയേണ്ട കാര്യമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ എന്തെങ്കിലും അരുതാത്തത് നടക്കുന്നു, അത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കാരണമാണ്, അത് തടയണം. ഈ രീതിയിലുള്ള ഒരു കാര്യവും ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അമിത്ഷായുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടില്ല. ശ്രീ PK കൃഷ്ണദാസ്, അങ്ങനെ എന്തെങ്കിലും മതമേലധ്യക്ഷന്മാർ അമിത്ഷായോട് പറഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഈ സന്ദർശനത്തിന് യാതൊരു രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും യാതൊരു വിഷയങ്ങളും അവിടെ സംസാരിച്ചില്ല. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യവും മതമേലധ്യക്ഷന്മാർ സൂചിപ്പിച്ചത് കേരളത്തിലെ വ്യത്യസ്തമായ സമൂഹങ്ങൾ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് അവതരിപ്പിച്ചു. കഴിയാവുന്നതെല്ലാം തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്ന ഉറപ്പും അഖിലേന്ത്യാ മതമേലധ്യക്ഷന്മാർക്ക് നൽകിയിരുന്നു. അത് റബ്ബറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കേരളത്തിലെ വ്യത്യസ്ത സമൂഹങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അതിലെന്തിനാണ് ജോസഫ് വാഴക്കൻ നിങ്ങൾ വിറളി കൊള്ളുന്നത്? വിറളി കൊള്ളേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ക്ഷണിച്ചോ, ഇങ്ങോട്ട് ക്ഷണിച്ചോ, അങ്ങോട്ട് ക്ഷണിച്ചോ, ഇതൊന്നും പ്രശ്നമല്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, അത് ഹിന്ദു ആവട്ടെ, മുസൽമാനാവട്ടെ, ജൂതരാവട്ടെ, ആരെയും കാണുന്നതിന് എന്താ ഇത്ര വെപ്രാളം കൊള്ളേണ്ട ആവശ്യം എന്താ? അവർ ഞങ്ങളുടെ അടുത്ത് ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഈ സന്ദർശനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയമില്ലേ? ഒളിഞ്ഞിരിക്കുന്നില്ല, വളരെ പ്രകടമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല മഞ്ജുഷ്. കാരണം ജോസഫ് വഴക്കൻ പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് പറഞ്ഞ പോലെ വിരളി പിടിക്കുകയാണെങ്കിൽ അങ്ങനെ വിരളി പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പാർട്ടി മുന്നോട്ട് വരുന്നത് വേറൊരു പാർട്ടി താഴുമ്പോഴാണ്. വേറൊരു പാർട്ടി ഇപ്പം നോക്കിയോ, അഖിലേന്ത്യാ തലത്തിൽ ജോസഫ് വഴക്കൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലേ BJP.
നരേന്ദ്രമോദി എന്ന അതിൻ്റെ പ്രധാനമന്ത്രി, അമിത്ഷാ എന്ന ആ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ, ഈ രണ്ട് പേരും കൂടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി വർഷങ്ങളായി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം കാണുക. എന്നിട്ട് അതിനെ നമ്മുടെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന പ്രവർത്തനങ്ങളുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്ത്. അതല്ലേ പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്? അതല്ലേ പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ടത്? അതല്ലേ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യേണ്ടത്? ഞാൻ പറയുന്നു, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ മറ്റു പാർട്ടികൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഗോവ തെരഞ്ഞെടുപ്പ് നടന്നു, ഭൂരിപക്ഷം ഉണ്ടായിട്ട് അവിടെയല്ലേ അനങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പക്ഷേ അതിപ്പോൾ കുതിരക്കച്ചവടം എന്ന് പറയുകയാണ് ജോസഫ് വാഴക്കൻ. പക്ഷേ കോൺഗ്രസ് ഇതിനു മുൻപ് പയറ്റിയ തന്ത്രം തന്നെയാണല്ലോ ഇത്. കോർപ്പറേറ്റ് വൽക്കരണം എന്ന് പറയുന്നു, ഇതും കോൺഗ്രസും പയറ്റുന്ന കാര്യം തന്നെയാണ്.